ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനെല്ലാവരും മോളെ കൊണ്ടാണ് വീഡിയോ ചെയ്യിക്കുന്നത്. കാരണം ഒത്തിരി ദിവസമായി പാൻ കേക്ക് ഉണ്ടാക്കി തരാൻ പറയുന്നു. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് കൊടുത്ത് അവളെ കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്തോളൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിതിലേക്ക് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യാം. അതിൽ വൈറ്റ് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ യോക്കിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. പാൽ നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മൈദ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് ഞാൻ ഒരു തവണ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ മൈദയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ പാല് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് മാവ് ലൂസായിട്ട് പോവാണ്ട് ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിൽ മാവ് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. ഇനി മുട്ടയുടെ വൈറ്റ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും. എന്തായാലും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും പിള്ളേർക്ക് എന്തായാലും പാൻ കേക്ക് ഇഷ്ടപ്പെടും. ഇനി ഈ മുട്ടയുടെ വൈറ്റ് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തത് കുറച്ചെടുത്തിട്ട് ഈ മാവിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കുക. നന്നായിട്ട് അത് മിക്സ് ചെയ്താൽ ആ ബാറ്റർ നേരെ ഈ വൈറ്റ് മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് ചേർത്തിട്ട് വളരെ സാവധാനത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ മിക്സ് ചെയ്യണ സമയത്ത് ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്തിട്ട് ആ മുട്ട നമ്മൾ ഫ്ലഫി ആക്കി എടുത്തത് കളയരുത്. പത്തൊക്കെ വളരെ സാവധാനത്തിൽ തന്നെ അത് മിക്സ് ചെയ്തെടുക്കുക. ഒരു പാത്രം അടുപ്പത്ത് ചൂടായിട്ട് അതിൽ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പൈപ്പിംഗ് ബാഗിൽ ഈ ബാറ്റർ ഒഴിച്ചിട്ട് പാൻ കേക്ക് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് 2-3 സെക്കൻഡ് കഴിയുമ്പോൾ മറിച്ചിടാം. അപ്പോൾ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. തീ കൂട്ടി കൊടുക്കരുത്. തീ കൂട്ടി കൊടുത്താൽ അത് അടിഭാഗം കരിഞ്ഞു പോവും. നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പാൻ കേക്കാണ്. അതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും ഹണി ഒഴിച്ചതിന് ശേഷം നമുക്കത് കഴിക്കാം. വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.